ചേർക്കാൻ കൂടുതൽ ടേസ്റ്റ്. നമ്മൾ കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് വരണമെങ്കിൽ പച്ച തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ അടുത്തതായി ശർക്കരയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അഴുക്കൊന്നും കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഇതുപോലെ ചീകിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഉരുക്കി അരിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതാണെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല കട്ടിക്ക് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ, എന്നാലേ പരുവാവത്തുള്ളൂ. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ശർക്കര വലിയ കുഴപ്പമില്ലാത്ത നല്ല ശർക്കര ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ ചീകിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് മരത്തിന് ആവശ്യത്തിന് നമുക്കിതുപോലെ ചീവി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഞെരടിയെടുക്കണം, ഇതുപോലെ എല്ലാം ആകുന്ന രീതിയിൽ. ഇപ്പോൾ പച്ച തേങ്ങയൊക്കെ ആണെങ്കിൽ ആ പച്ച തേങ്ങയുടെ നമ്മളിപ്പോൾ ഇതിൽ കൂടെ ചേർക്കുമ്പോൾ അതിൽ തന്നെ നല്ല തേങ്ങാപ്പാലിൻ്റെ അംശമൊക്കെ കാണും. അപ്പോഴത്തേക്ക് ഇതൊന്ന് നല്ലതുപോലെ ഇതുപോലെ വേണം നമുക്ക് ഈ അരി വറുത്ത് പൊടിച്ചതും നമ്മുടെ ശർക്കര